ഹലോ ഗൈസ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. എറണാകുളം ജില്ലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ പൂക്കാട്ടുപടിയിലാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 500 മീറ്റർ മാത്രം ദൂരത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പോവാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. 2 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായൊരു റോഡ് ഫ്രണ്ടേജായാണ്, ഇൻ്റർലോക്ക് ചെയ്ത് വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ മാത്രം ദൂരവും, ആലുവ ടൗണിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്റർ മാത്രം ദൂരവും, എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന ഏതാണ്ട് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2100ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. 2018 ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കമ്പലം 2020 പഞ്ചായത്താണ്. മനോഹരമായൊരു കോർണർ പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കണ്ടംപററി മോഡൽ നിർമ്മിച്ച ഈ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകളാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. അത് ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും ഒരു ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ല വലിയ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. സൈഡ് വശങ്ങളിൽ അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകിയിരിക്കുന്നു. ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് വാസ്തു നിയമപ്രകാരമാണ്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. വടക്ക് കിഴക്ക് മൂലയിലായി കിണറും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളമാണ് മെയിനായിട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. ചെറിയൊരു സിറ്റൗട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്ലോസി ഫിനിഷുള്ള ബ്ലാക്ക് ഗ്രാനൈറ്റും നൽകിയിരിക്കുന്നു. മെയിൻ ഡോറ് 2 പാളികളിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. ഈ വീടിൻ്റെ വുഡൻ വർക്കുകളെല്ലാം ആഞ്ഞിലിയിലാണ് ഈ വീടിൻ്റെ വുഡൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയ ഈ ലിവിങ് സ്പേസ് അത്യാവശ്യം സ്പേഷ്യസ് കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. ഡൈനിങ് സ്പേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായൊരു ഡൈനിങ് സ്പേസാണ്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഡൈനിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടർ ഈ ഒരു ഏരിയയിൽ നൽകിയിരിക്കുന്നു. ധാരാളം കബോർഡ് വർക്കുകൾ, സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം നൽകിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 3 ഫേസ് കണക്ഷനും ഈ വീടിന് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ധാരാളം സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്ത് തന്നെ നൽകിയിരിക്കുന്നു. ഇവിടുത്തെ കിച്ചണാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. ഓപ്പൺ കിച്ചൻ്റെ കൗണ്ടറിലായി മൾട്ടിവുഡിൽ നല്ല ഭംഗിയിൽ തന്നെ വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒരു ഗ്രേ ആൻഡ് വുഡൻ ഫിനിഷിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ബേണ് വയ്ക്കുന്ന ഒരു ഏരിയ, ഒരു ദിക്ക് വരുന്നത് കിഴക്കാണ്. മാത്രമല്ല കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഇവിടെയും കബോർഡ് വർക്കുകളും വർക്കിംഗ് ടേബിളും സിങ്കുകളും എല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ വാൾഡ്രോ സൗകര്യവും നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയ നീളത്തിലൊരു ഗ്രേ കളർ കോമ്പിനേഷൻ നൽകിയ ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്.
ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അത് സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു വാർഡ്രോബ് സൗകര്യം ഇവിടെയും അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ളൊരു ബാത്റൂം ഇവിടെയും അവൈലബിൾ ആണ്. ബാത്റൂം ഡോറിനായി ഫൈബർ മെറ്റീരിയൽസിൻ്റെ ഡോറാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 ബെഡ്റൂമുകളും ലിവിങ് സ്പേസ്, ഡൈനിങ് സ്പേസ് ആയിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോർ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലായി ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഏരിയയെല്ലാം ഒരു സ്റ്റഡി ടേബിളും ധാരാളം സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു ഏരിയയാണ്. ഇവിടെ എല്ലാം പർഗോളകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വളരെയധികം വിൻഡോകൾ നൽകി നല്ല സൗകര്യം, നല്ല വെളിച്ച സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെ നമുക്ക് ബാൽക്കണി അവൈലബിൾ ആണ്. ഇവിടെ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. നല്ല വലിപ്പത്തിലുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലായി ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ്സുമാണ് നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും പർഗോളകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയൊരു ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്കൊന്ന് പോകാം. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വീട്ടിലെ 3rd ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ഡ്രസ്സിങ് ഏരിയയും മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നു. നല്ല ക്വാളിറ്റിയിലുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ഒരു ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇവിടെ എല്ലാം ഗ്യാരണ്ടിയോട് കൂടിയ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ലാസ്റ്റ് ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. വാൾഡ്രോബ് സൗകര്യവും നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഇവിടുത്തെ ഓരോ ഏരിയയും നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. 4 ബെഡ്റൂമുകൾ കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമായി തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സ്പേസ് റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീട് വരുന്നത് 4 സെൻറ്റ് 200 ലെങ്സിലാണ്. ഏതാണ്ട് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2100ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ പ്ലസ് ഒരു സ്റ്റഡി റൂമായി നിർമ്മിച്ച ഈ വീടിന് ചോദിക്കുന്ന വില 76 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കുവാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ വീട് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ലോൺ ആവശ്യമുണ്ടെങ്കിൽ 2 വീക്കിനുള്ളിൽ ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.